ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് തന്നെയാണ് സ്വാഗതം. കലേജ എന്ന് പറഞ്ഞിട്ടുള്ള മഹേഷ് വളരെ റീ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ SSC മൂവീസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിയാണ് പുറത്തിറക്കാനുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ തഗ്ലൈഫ് എന്ന് പറഞ്ഞതിൻ്റെ ഓഡിയോ ലോഞ്ച് നടന്നിരുന്നു. അപ്പോൾ അതിൽ കമൽഹാസനും ശിവരാജ് കുമാറും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പിന്നെ അഭിരാമിയുടെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. പിന്നെ അശോക് സെൽവൻ്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. പിന്നെ തൃഷയുടെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്റ്റാറിൻ്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. പിന്നെ റഹ്മാൻ്റെ കിട്ടിയിട്ടുണ്ട്. മണിരത്നത്തിൻ്റെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മിക്ക ആൾക്കാരും കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ജൂക്ക് ബോക്സ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിലുള്ള ട്രാക്ക് ലിസ്റ്റ് ഇതാണ്, സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിൽ STR ഡബിൾ റോളിൽ വരുന്നതെന്നുള്ള രീതിയിൽ ഇപ്പോൾ ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. എന്താണെന്നുള്ള അറിയത്തില്ല. എന്തായാലും ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഉണ്ടായില്ലായിരിക്കാം. പിന്നെ എന്തായാലും ഈ പടത്തിൻ്റെ പ്രീമിയർ നടക്കുന്നുണ്ട് UK. അത് ജൂൺ 4 11 അറിയിച്ചിട്ടുണ്ട്. പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ പടത്തിൻ്റെ കേരള തിയേറ്റർ ലിസ്റ്റ് 3ാമത്തെ ആഴ്ചയിലത്തെ തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്. 155ലും കൂടുതൽ സ്ക്രീൻസിലൊക്കെ ഉണ്ട് ഇപ്പോഴും. പിന്നെ വിൽ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ അയൻഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള മാർവൽ സ്റ്റുഡിയോസിൻ്റെ അടുത്ത സീരീസ് വരാൻ പോവാണ്. അത് Disney+ലൂടെ ജൂൺ 24 വരെ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ യോഗി ഡ എന്ന് പറഞ്ഞിട്ടുള്ള സായുധൻഷിക അഭിനയിക്കുന്ന പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങി. വിശാലാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ യൂഫോറിയ എന്ന് പറഞ്ഞിട്ടുള്ള വസിംഗിളായിട്ടുള്ള ഫ്ലൈ ഹൈ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ അംഗീകാരം എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പുതിയ പോസ്റ്ററാണ്. പിന്നെ കണ്ണപ്പ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പോസ്റ്റർ വന്നിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു ദ ലെജൻഡറി ലാലേട്ടൻ മോഹൻലാൽ എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു. ആളുടെ ബർത്ത്ഡേ ആയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോഴാണ് കാണിക്കണം മാത്രം. എന്തായാലും ജൂൺ 27 പാട്ട് റിലീസാകാൻ പോകുന്നത്. പിന്നെ പടത്തിലത്തെ ശ്രീ കലഹാസ്തി എന്ന് പറഞ്ഞിട്ടുള്ള ലിറിക്കൽ വീഡിയോ വരാൻ പോവാണ് മെയ് 28. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഭൈരവം എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ റിലീസിന് ഞാൻ കൂടിയുള്ളൂ. അപ്പോൾ 6 days to go പോസ്റ്റർ വന്നു. പിന്നെ വീട്ടിൽ 15 വരുൺ തേജിൻ്റെ 15ാമത്തെ പടത്തിലത്തെ ഷൂട്ട് അനന്തപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്നിരുന്നു. അപ്പോൾ അവിടുത്തെ ഷെഡ്യൂൾ ഇപ്പോൾ റാപ്പായിട്ടുണ്ട് എന്നുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഡക്കോവേറ്റ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു ഗ്ലിംസ് വരാൻ പോവാണ് ഇന്ന് രാവിലെ. എന്തായാലും സോണി മ്യൂസിക്കിലായിരിക്കും അത് വരിക എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓഡിയോ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് സോണി മ്യൂസിക് എന്നുള്ള പേര് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ തുടരും എന്ന് പറഞ്ഞ അൻപത് നടക്കുള്ള വീഡിയോസും പുറത്തിറക്കി. പിന്നെ കുബേര എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പാട്ട് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തായാലും ട്രാൻസ് ഓഫ് കുബേര എന്നുള്ള രീതിയിലാണ് പാട്ടിൻ്റെ പേര് വരുന്നത്. എന്തായാലും ഇന്ന് 4-5 പാട്ട് പുറത്തിറങ്ങാൻ അറിയിച്ചിട്ടുണ്ട്. പുതിയ പോസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ നരുവേട്ട എന്ന് പറഞ്ഞിട്ടുള്ള ടോവിനോ തോമസിൻ്റെ പടം റിലീസായിരുന്നു. പടത്തിന് അത്യാവശ്യം നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പടം കേരളത്തിൽ നിന്ന് 1.67 കോടിയാണ് ഫസ്റ്റ് ഡേയിൽ നേടിയിട്ടുള്ളത്. ഇനി കളക്ഷൻ കൂടാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. എന്താവും എന്നുള്ള കണ്ടറിയാം. പിന്നെ സിക്കന്ദർ എന്നുള്ള സൽമാൻ്റെ പടം തിയേറ്ററിൽ റിലീസായിരുന്നു. മുരുകദാസ് ഡയറക്ഷൻ ചെയ്ത് ഇറക്കിയ പടമായിരുന്നു. എന്തായാലും നെറ്റ്ഫ്ലിക്സിലൂടെ മെയ് 25 എന്ന് വെച്ചാൽ ഇന്ന് റിലീസാവുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. നന്നായിട്ടുണ്ടാവും ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്ന ടൈമിൽ. പിന്നെ ഡൈ സീറ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഒരു ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രണവ് മോഹൻലാലിനെ വെച്ചിട്ട് രാഹുൽ സദാശിവൻ എടുക്കുന്ന പടമാണ്. എന്തായാലും പോസ്റ്റർ ഒരു വെറൈറ്റി പോസ്റ്ററാണ്. എന്തായാലും സ്ക്രീനിൽ കാണിക്കുന്ന പോസ്റ്റർ. പിന്നെ ജയിലർ 2 എന്ന് പറഞ്ഞിട്ടുള്ള രജനീകാന്തിൻ്റെ പടത്തിൽ ഓൾറെഡി ശിവരാജ് കുമാറും മോഹൻലാലും റിട്ടേൺ ആവുന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ കണ്ടമുറി ബാലകൃഷ്ണൻ ഉണ്ടാവുന്ന രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ ഇപ്പോൾ ഹിന്ദിയിൽ നിന്ന് ഷാരൂഖ് ഉണ്ടാവുന്ന രീതിയിലാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗംഭീരമായിരിക്കും. പിന്നെ പ്രഭാസിൻ്റെ ഇനി അടുത്തായിട്ട് റിലീസാകാൻ പോകണമല്ലോ, അല്ലെങ്കിൽ പ്രഭാസിൻ്റെ 25ാമത്തെ പടം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സന്ദീപ് റെഡ്ഡി വാങ്ങി എടുക്കുന്ന പടമായിരുന്നു സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഈ പടത്തിൽ ദീപക് അടുക്കാനായിരിക്കും നായിക വരിക എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ അതല്ല, ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. സന്ദീപ് റെഡ്ഡി വാങ്ക തന്നെയാണ് പുറത്തിട്ടുള്ളത്. തൃപ്തി ഡിംരിയാണ് പടത്തിൽ നായിക എത്തുന്നത് എന്നുള്ളത്. എന്തായാലും എത്ര ഭാഷയിലെ പടം പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അത് ഈ തൃപ്തി ഡിംരി എന്നുള്ള എഴുതിയിട്ടുള്ള ഭാഷകൾ വെച്ച് നോക്കിയാൽ മതി. 9 ലാംഗ്വേജിലായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. മിക്കവാറും 9 ലാംഗ്വേജിൽ വരുന്നുണ്ടായിരിക്കാം. പിന്നെ ഹിറ്റ് തേർഡ് പറഞ്ഞിട്ടുള്ള നാല് പടം നെറ്റ്ഫ്ലിക്സിലൂടെ മെയ് 29 റിലീസാകുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും തെലുങ്ക്, ഹിന്ദി, തമിഴ്, കന്നഡ, മലയാളം എന്ന് പറഞ്ഞാൽ 5 ഭാഷകളിലായിരിക്കും പുറത്തിറങ്ങുക. എന്തായാലും കണ്ടിട്ട് അഭിപ്രായം പറയുന്നുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു പടമാണ്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഫുഡിലേക്കും ലുക്കി അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.